ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള CPI സ്ഥാനാർത്ഥി പട്ടികയായി അനിശ്ചിതത്വത്തിനൊടുവിൽ തിരുവനന്തപുരത്ത് പന്ന്യൻ രവീന്ദ്രൻ തന്നെ മത്സരിക്കാൻ തീരുമാനം. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് തീരുമാനം. ഈ മാസം 26-ന് ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും. തിരുവനന്തപുരം, മാവേലിക്കര, തൃശൂർ, വയനാട് എന്നീ മണ്ഡലങ്ങളിലാണ് CPI സ്ഥാനാർത്ഥികൾ മത്സരിക്കുക. ഇതിൽ തിരുവനന്തപുരത്ത് പന്ന്യൻ രവീന്ദ്രനെ മത്സരിപ്പിക്കാനായിരുന്നു ധാരണ. എന്നാൽ താൻ മത്സരരംഗത്തേക്കില്ല എന്ന പന്ന്യന്റെ നിലപാടാണ് CPIക്ക് തലവേദനയായത്. അതേസമയം ഇന്ന് ചേർന്ന CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിൽ പന്ന്യൻ രവീന്ദ്രനെ തന്നെ മത്സരിപ്പിക്കാൻ തീരുമാനമായി. വയനാട്ടിൽ ദേശീയ നേതാവ് ആനി രാജയും തൃശൂരിൽ മുൻ കൃഷിമന്ത്രി VS സുനിൽകുമാറും മാവേലിക്കരയിൽ AIYF നേതാവ് CA അരുൺകുമാറും മത്സരിക്കും. സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അംഗീകാരം നൽകുന്നതിനായി നാളെ മുതൽ CPI ജില്ലാ കൌൺസിൽ യോഗങ്ങൾ വിളിച്ചു ചേർക്കാൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം നിർദ്ദേശിച്ചു. ഈ മാസം 26-ന് CPI സംസ്ഥാന നേതൃയോഗങ്ങൾ വീണ്ടും ചേരും. തിരുവനന്തപുരത്ത് ശശി തരൂരും തൃശൂരിൽ സുരേഷ് ഗോപിയും തന്നെയായിരിക്കും LDFന്റെ പ്രധാന എതിരാളികൾ. തൃശൂരിൽ സുനിൽകുമാറിന് മികച്ച പോരാട്ടം കാഴ്ചവെക്കാൻ കഴിയുമെന്നാണ് പാർട്ടിയുടെ പ്രതീക്ഷ. തിരുവനന്തപുരത്ത് ഒരു വട്ടം കൂടി പന്ന്യനെ ഇറക്കി മണ്ഡലം തിരിച്ചുപിടിക്കുകയാണ് ലക്ഷ്യം. 26-ന് ചേരുന്ന സംസ്ഥാന നേതൃയോഗങ്ങൾക്ക് ശേഷം ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടക്കും. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.